ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാനിന്ന് ട്രിവാൻഡ്രത്തേക്ക് പോവാണ്. ഷൂട്ടുണ്ട് ഇന്നലെ. ഇപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടതിൽ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ രാവിലെ തന്നെ കുട്ടികളെ സ്കൂളിലൊക്കെ പറഞ്ഞയച്ചിട്ട് കുറേ ജോലികളുണ്ട്, അതൊക്കെ തീർക്കുകയാണ്. എന്നിട്ട് ഉച്ചയ്ക്ക് ഞാൻ നേത്രാവതിയാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് പണികളൊക്കെ തീർത്തിട്ട് പോവാം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പുറത്തേക്ക് നോക്കുന്ന ആരെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഒരാളുണ്ട് നമ്മുടെ തൊട്ടടുത്തുള്ള ഫ്ലാറ്റിലാണ്. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഹൃദയം കൈമാറാറുണ്ട് അവിടെ ഇവിടെയും നിന്നിട്ട്. അപ്പോൾ ആ ആൾ ദേ ഇതാണ്, അപ്പുറത്തെ ഫ്ലാറ്റിലുള്ളതാണ്. ഒരു കൊച്ചു കുഞ്ഞ നല്ല മോളാട്ടോ. അവളെ ഇന്ന് കണ്ടില്ല, അപ്പം ഞാൻ അത് തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ അവൾ വന്നു കേട്ടോ. അപ്പോൾ പിന്നെ പതിവ് പോലെ രാവിലെ കുട്ടികൾക്ക് ലഞ്ച് ബോക്സ് റെഡിയാക്കിയപ്പോൾ ഞാനും എനിക്കുള്ള ലഞ്ച് ഇങ്ങനെ പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ തന്നെയാണ് ഡെയിലി ചെയ്യാറ്. അപ്പോൾ അത് കഴിക്കണം. ഇനി ഞാൻ കുളിച്ച് റെഡിയായി വന്നു. ഇനിയിപ്പോൾ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങാം. വിശപ്പേതൊന്നുമില്ല, പക്ഷെ എന്തായാലും ട്രെയിനിൽ കയറുന്ന എനിക്ക് ഇഷ്ടം. ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി ഉറക്കം കിട്ടുന്നില്ല. രാത്രി ആയി കഴിഞ്ഞാൽ എന്തോ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ആ സമയത്ത് എഡിറ്റ് ചെയ്യും, വോയിസ് ഓവർ കൊടുക്കും. ആ സമയത്താണ് എല്ലാം ചെയ്യുന്നത്. കാരണം മക്കളൊക്കെ ഉറങ്ങിക്കഴിയുമ്പോൾ ക്യാമറ ഷേക്കായല്ലേ, മക്കളൊക്കെ ഉറങ്ങിക്കഴിയുമ്പോൾ വലിയ ബഹളമൊന്നും ഉണ്ടാവില്ല. പിന്നെ പുറത്തും അങ്ങനെ വണ്ടികൾ ബഹളവും കാര്യങ്ങളൊന്നും ഇല്ല. ഇവിടെ റോഡ് സൈഡായിട്ട് നല്ല ബഹളമാണ് എപ്പോഴും. അപ്പോൾ വോയിസ് ഓവർ ചെയ്യാൻ പറ്റിയ സമയമൊക്കെ. അപ്പോൾ ഇന്നലെ രാത്രി ഒരു 1 മണിയൊക്കെ ആയപ്പോഴാണ് ആക്ച്വലി ഞാൻ വോയിസ് ഓവർ കൊടുത്തിട്ടുള്ളത്. നാളെ അപ്പം ഞാൻ പെടും. ഇന്ന് വീട്ടിലൊന്നും ഉറങ്ങാതെ ഇരുന്ന് എഡിറ്റൊക്കെ ചെയ്ത് കിടന്ന് ഉറങ്ങണം. എന്തായാലും 2-3 മണിയാവും. 6 മണിയാകുമ്പോൾ നമ്മളെ പിക്ക് ചെയ്യാൻ വണ്ടി വരും. അപ്പോൾ നേരെ ലൊക്കേഷനിൽ പോകണം. പിന്നെ അവിടെ പോയിരുന്ന് ഉറങ്ങാൻ പറ്റില്ലല്ലോ. നോക്കാം നാളത്തെ അവസ്ഥ എന്താക്കുന്നില്ല. നാളെ ഒറ്റ ദിവസം ഷൂട്ട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ അവിടെ പോയി നോക്കി അറിയാം എന്താണ് അവസ്ഥ എന്നുള്ളത്. ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ സാധാരണ ഞാൻ ഷൂട്ട് കഴിഞ്ഞാൽ, സാധാരണ അല്ല മിക്ക ദിവസങ്ങളും ഷൂട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് രാത്രി തന്നെ ഞാൻ തിരിച്ചു കയറി പോരും. നിൽക്കാറില്ല. എനിക്ക് പിറ്റേ ദിവസം വരുന്നതായിരിക്കും എനിക്ക് നല്ല. കാരണം രാത്രി ഷൂട്ട് 9-9:30 ആവും കഴിയുമ്പോൾ. പിന്നെ ഞാൻ ബസ്സോ ട്രെയിനോ ഒക്കെ കയറി തിരിച്ചെത്തുമ്പോഴേക്കും ഞാൻ വെളുപ്പിനെ 4 മണി 3-4 ആവും ഇവിടെ എത്തുമ്പോൾ. അപ്പോൾ എന്നാലും ഞാൻ വിചാരിക്കും ഒരു ദിവസം വെറുതെ കളയുന്നുണ്ട്, ഞാൻ നേരത്തെ വീട്ടിൽ വരാം. അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ വരുന്നത്. വീട്ടിൽ വന്നിടന്നിട്ട് ഉച്ചവരെ കിടന്ന് ഉറങ്ങിയിട്ട് എഴുന്നേറ്റാൽ നമുക്ക് എത്താതെ പിറ്റേ ദിവസം രാവിലെ കയറി ഉച്ച കഴിയും വീട്ടിൽ എത്തുമ്പോൾ തന്നെ അത് വിട്ടാൽ അപ്പോഴും ക്ഷീണം. എല്ലാം കൂടി മെനക്കിടാമെന്ന് വിചാരിച്ചിട്ട് രാത്രി തന്നെ കയറും. പിന്നെ രാത്രി യാത്ര ചെയ്യാൻ സുഖമാണ്, തിരക്കൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ ബസ്സിന് തന്നെ കയറിയാലും വണ്ടികളൊക്കെ കുറവായിരിക്കും. മിന്നലിൽ യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാട്ടോ ഞാൻ. മിന്നലിൽ യാത്ര ചെയ്തിട്ടുള്ളൊരു കമൻ്റ് അടിക്കണേ. രാത്രി 11:15 അവിടുന്ന് മിന്നലുണ്ട്. അതൊരു 3:15 ആകുമ്പോൾ ഇവിടെ എത്തും. ഒരു 3-3.5 മണിക്കൂർ കൊണ്ട് അത് വയറ്റിലെത്തും. ഭയങ്കര സംഭവമല്ലേ. നമ്മുടെ വന്ദേ ഭാരതൊക്കെ വരുന്ന സ്പീഡിൽ തന്നെ മിന്നൽ ഇവിടെ എത്തിക്കും. അപ്പോൾ അത് വിചാരിച്ചിട്ട് ഞാൻ ഭയങ്കര മിന്നൽ ഫാനാണ്. പക്ഷെ അതിനകത്ത് കയറിയാൽ എൻ്റെ പൊന്നോ, സ്വർഗം കണ്ട് തിരിച്ചു വരും. ഉറങ്ങാൻ പറ്റില്ല, ഉറങ്ങാമെന്ന് വിചാരിക്കുന്നത്. പക്ഷെ ആൾക്കാരൊക്കെ കണ്ട് സുഖമായിട്ട് ഉറങ്ങാണ്. ഞാൻ വിചാരിക്കും എങ്ങനെ വരും ഇതിനകത്തൊക്കെ ജീവൻ മരണ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഉറങ്ങുന്നതെന്ന്. മിന്നലിൻ്റെ കോമഡി ഭയങ്കര കോമഡിയാണ്. ഞാൻ മിന്നലിൻ്റെ പറ്റുമെങ്കിൽ ഞാനൊരു വീഡിയോ ചെയ്യാട്ടോ. അയ്യോ സെറ്റ് കോമഡികളുണ്ട്. എന്തായാലും മിന്നലിലെ യാത്ര ഒരു ദിവസം ഞാൻ വീഡിയോ ചെയ്യും. പറ്റുമെങ്കിൽ ഇപ്രാവശ്യം തന്നെ ആയിക്കോട്ടെ. മിന്നൽ ബുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ബുക്ക് ചെയ്തിട്ട് തിരിച്ച് മിന്നൽ വരുന്നു ഒരു വീഡിയോ എടുക്കാം. നല്ല രസമായിരിക്കും. അപ്പോൾ അതാകുമ്പോൾ ഒരു 3-3:15 ഞാനിവിടെ വയറ്റിലെത്തും. ഇനി യൂബർ എടുത്ത് വീട്ടിലേക്ക് വരും. യൂബർ എടുത്ത് വരുമ്പോൾ ആ സമയത്തൊക്കെ ലേഡീസല്ലേ, ഒറ്റയ്ക്കല്ലേ, അങ്ങനത്തെ ഒരു അങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഇപ്പം അങ്ങനത്തെ ഒന്നൊരു വിഷയമില്ല. എല്ലാവരും അങ്ങനെ പേടിയുള്ള കൂട്ടത്തിലൊന്നും അല്ല എന്നുള്ളത് ഏകദേശം തെളിഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. പിന്നെ നമ്മൾ പേടിക്കുന്ന വെറുതെയാണ്. പേടിക്കുമ്പോഴാണ് പ്രശ്നം. എന്തും ധൈര്യത്തോടു കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. പിന്നെ അത്യാവശ്യം വിവേകം ബുദ്ധി കാണിച്ചാൽ മതി. അതിന് പേടിയല്ല വേണ്ടത്. ചെറിയൊരു
ബോധം ഉണ്ടായാൽ മതി, വിവേകം കാണിച്ചാൽ മതി, അത്രേ ഉള്ളൂ. എന്നുവെച്ചാൽ നമ്മുടെ സേഫ്റ്റി നമ്മൾ നോക്കുക, അത് പേടിച്ചുകൊണ്ടാവരുത്, അത്രയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതുകൊണ്ടിപ്പോൾ യാത്ര അങ്ങനത്തെ പേടിയൊന്നുമില്ല. ആദ്യം അറിയാം എന്നെക്കൊണ്ട് പറ്റുന്നില്ല. അയ്യോ, അങ്ങനെ ഞാൻ ബാഗും ഒക്കെ റെഡിയാക്കി ഇറങ്ങി. ട്രെയിൻ കുറച്ച് ലേറ്റ് ആണെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ പെട്ടെന്ന് നോക്കുമ്പോൾ ട്രെയിൻ ആലുവ എത്താറായി. അപ്പോൾ പെട്ടെന്ന് തന്നെ യൂബറൊക്കെ ബുക്ക് ചെയ്ത് ഇറങ്ങിയതാണ്. കുറച്ച് മുമ്പ് വരെയും തൃശ്ശൂർ കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ എന്നുള്ളൊരു ഇതിലിരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് അത് ആലുവ എത്താറായത് കണ്ടത്. അപ്പോൾ ഒരു സ്പീഡാക്കി. അയ്യോ, ടെൻഷനായിപ്പോയി. പിന്നെ അറിയാലോ, കൊച്ചിയിൽ നല്ല ബ്ലോക്കും ഉണ്ടായിരുന്നു. അങ്ങനെ ആകെ കുറച്ച് ടെൻഷനായെങ്കിലും ഓടിപ്പടഞ്ഞ് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. പ്ലാറ്റ്ഫോം ഫസ്റ്റിൽ തന്നെ ആയതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് കയറാനൊക്കെ പറ്റി. അല്ലെങ്കിൽ പെട്ടുപോകാൻ. സെക്കൻഡോ തേർഡോ ഒക്കെ ആണെങ്കിൽ ശരിക്കും പെട്ടേനെ. കാരണം ലഗേജൊക്കെ ഉണ്ടാകുമ്പോൾ പണിയാവും. അപ്പോൾ അതൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ വീഡിയോ. ഇവിടെ നിർത്തുകയാണ്. ഇനി അടുത്ത വീഡിയോ നമ്മുടെ ലൊക്കേഷനിൽ പോയിട്ട് അവിടുന്ന് കുറച്ച് വിശേഷങ്ങളൊക്കെ എടുക്കാം. എല്ലാം വേണമല്ലോ, നമ്മൾ വീട്ടിലെ കാര്യങ്ങൾ മാത്രം ആക്കിക്കൊണ്ടിരുന്നാലും ചിലപ്പോൾ ബോറടിക്കും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെ എല്ലാവരും ഹാപ്പിയായിട്ട് സേഫായിട്ട് ഇരിക്കുക. സൗണ്ടിന് ചെറിയൊരു പ്രശ്നം പറ്റി, തൊണ്ട അടഞ്ഞു പോയി, അതുകൊണ്ടാട്ടോ സൗണ്ട് കുറച്ചിങ്ങനെ സംസാരിക്കുന്നു. അപ്പോൾ അതൊക്കെ പെട്ടെന്ന് ശരിയാവട്ടെ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം. ഓക്കെ, ബൈ.